ഗണേശ ചതുർത്ഥിയുടെ ഭാഗമായി ഗണപതിക്ക് സമർപ്പിച്ച ലഡ്ഡു മോഷണം പോയ കഥയാണ് ഹൈദരാബാദിൽ നിന്ന് വരുന്നത്. ഗണപതിക്ക് സമർപ്പിച്ച ലഡ്ഡു കയ്യിൽ കിട്ടിയാൽ ഐശ്വര്യം വരുമെന്ന വിശ്വാസമാണ് ലഡ്ഡു മോഷണങ്ങൾക്ക് പിന്നിൽ. ഹൈദരാബാദ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗണേശ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഈ ഗണപതിയുടെ വിഗ്രഹമൊക്കെ വെച്ച് വലിയ പന്തലുകൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ആ പന്തലിൽ ഗണപതിക്ക് നിവേദിക്കാനായി ലഡ്ഡുവും വെച്ചു. ഈ ലഡ്ഡു ഈ ഗണേശ വിഗ്രഹം നിമജ്ജനം ചെയ്യുന്ന ദിവസം ലഭിക്കുന്നയാൾക്ക് ഐശ്വര്യം ലഭിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. പ്രത്യേകിച്ച് ആന്ധ്രയിലും കർണാടകയിലൊക്കെ ഇത് വലിയ ഫെസ്റ്റിവലാണ്. ഏതായാലും അതിൻ്റെ ഭാഗമായിട്ടാണ് അത് ലേലം വിളിയൊക്കെ നടക്കാറുണ്ട്. 1 കോടി രൂപയ്ക്കൊക്കെ ഈ വലിയ ലഡ്ഡു മേടിക്കുന്ന ആളുകളുണ്ട്. അത്രയും വിശ്വാസമാണ് അക്കാര്യത്തിൽ. ഏതായാലും ഈ ലഡ്ഡു കയ്യിൽ കിട്ടിയാൽ ഐശ്വര്യം വരുമെന്നുള്ള ഒരു സങ്കല്പം, വിശ്വാസം അവർക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് മോഷ്ടിക്കുന്നത്. അവിടെ CCTV ഒക്കെ വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കള്ളനെ കൃത്യമായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള മറ്റ് ഗണേശ പന്തലുകളിൽ നിന്നും ഇങ്ങനെ ലഡ്ഡു മോഷണം പോയതായിട്ടുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായാലും ഇതിനെ ഔദ്യോഗികമായിട്ട് ഇതുവരെ പരാതിയൊന്നും ഈ സംഘാടകർ നൽകിയിട്ടില്ല.